കീ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം, എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യമായി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ KEE എന്ന് സ്പേസ് ഒന്നും കൂടാതെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ റെഡിൽ വൈറ്റ് ആയിട്ട് ലോഗോ കാണുന്ന കീ എക്സ്ട്രാ എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ കീ ആപ്ലിക്കേഷൻ. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നോട്ടിഫിക്കേഷൻസ് അലോ കൊടുക്കുക. അതിനുശേഷം ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് കീയിലേക്ക് ഒരു ലോഗിൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി വലതുവശത്ത് മുകളിലായി കാണുന്ന പ്രൊഫൈൽ ഐക്കൺ, ഈ റെഡ് കളറിൽ സ്മൈലിയിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രൊഫൈൽ ഐക്കണിന് തൊട്ട് താഴെയായിട്ട് ലോഗിൻ ഓർ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ OTP വഴിയും പാസ്വേഡ് വഴിയും ലോഗിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. OTP വഴി എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിക്കിപ്പോൾ OTP വന്നിട്ടുണ്ട്. ആ OTP കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഞാൻ ആൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രൊഫൈൽ ഓപ്ഷൻസ് വരുന്നത്. നിങ്ങൾക്കും പ്രൊഫൈല് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിലേക്ക് ഇവിടെ ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ലോഗിൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കാം എന്നുള്ളതിലേക്കാണ് ഞാൻ പറയുന്നത്. അതിനായി വീണ്ടും ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷനായ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ നിലവിലുള്ള OTT പ്ലാൻസ്, അതായത് കീ OTT പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ C ആളെന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് OTT പാക്കേജിനകത്ത് ഏതൊക്കെ OTT പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഏറ്റവും ബേസ് പ്ലാനായ കീ മെഗയുടെ അകത്ത് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറും മനോരമ മാക്സും ആണ് കിട്ടുന്നത്. സബ്സ്ക്രൈബ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ കീ ഫ്ലിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 199 രൂപ ഇൻക്ലൂഡിങ് ടാക്സ് ആണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അതിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 5 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗൂഗിൾ പ്ലേ വഴി ചെയ്യാനായിട്ട് കഴിയും. UPI എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കാർഡ് ഓപ്ഷൻസ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, വാലറ്റ് ഉണ്ട്. എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് UPIയോ നെറ്റ് ബാങ്കിങ്ങോ കാർഡോ ഒക്കെയാണ്. ഞാൻ UPIയുടേത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. UPI സെലക്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പേജിലേക്ക് പോകും. അപ്പം നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്നത് ഗൂഗിൾ പേ ആണ്. ഏതാണോ നിങ്ങളുടെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഗൂഗിൾ ഓട്ടോമാറ്റിക്, ഇപ്പോൾ ഗൂഗിൾ പേ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റീഡയറക്ട് ചെയ്യും. നിങ്ങൾ നോർമലി ഒരു പേയ്മെന്റ് എങ്ങനെയാണോ ചെയ്യുന്നത്, പിൻ നമ്പർ കൊടുത്ത് പേയ്മെന്റ് ചെയ്യുന്നത് പോലെ തന്നെ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ അവിടെ ലഭിക്കുന്നതാണ്. അടുത്തതായി, ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ്സ്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത പാക്കേജിലെ കണ്ടന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ കണ്ട് പകുതിയാക്കി വെച്ചിരിക്കുന്ന കണ്ടന്റ്സ് കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യാനുള്ള ഒരു റെയിൽ ഇവിടെ ഉണ്ടാവും. ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന കണ്ടന്റ്സ് ഈ റെയിലിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. കീ ലൈവ് TV ചാനൽസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ OTT പ്ലാറ്റ്ഫോംസും
അതിന്റെ കണ്ടന്റ്സും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും സെർച്ച് ചെയ്യാനും ആ കണ്ടന്റ്സ് ആസ്വദിക്കാനും കഴിയും. അതാണ് നമ്മുടെ അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടന്റ്സ് എല്ലാം നമുക്ക് കീയുടെ ആപ്പിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്യാനും പുതിയ റിലീസുകൾ അറിയാനുമായിട്ടൊക്കെ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിലവിൽ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുക. ആർക്കെങ്കിലും മലയാളത്തിലേക്ക്, നമുക്കിപ്പോൾ നിലവിൽ 2 ലാംഗ്വേജസ് ആണുള്ളത്. നിലവിൽ ആർക്കെങ്കിലും മലയാളത്തിലേക്ക് അത് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പ്രൊഫൈൽ പേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജസിലേക്ക് വരിക. അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആപ്പ് റീലോഞ്ച് ആയിട്ട് നമ്മുടെ ഇന്റർഫേസ് മുഴുവൻ മലയാളത്തിലേക്ക് മാറുന്നതാണ്. ഞാൻ വീണ്ടും ഇംഗ്ലീഷിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, മലയാളത്തിലേക്ക് ഇന്റർഫേസ് മാറിയിട്ടുണ്ട്. ഞാൻ അതിനെ വീണ്ടും തിരിച്ച് ഇംഗ്ലീഷിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യുന്നു.